Hello, very good morning. Today we are going to discuss about the usage of will. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഒരു കാര്യം ചെയ്യും. ഞാൻ അവിടെ പോകും. രാജു ഫുട്ബോൾ കളിക്കും. സോണിയ ബിരിയാണി ഉണ്ടാക്കും. അവൻ മരിക്കും. പോവും, ചെയ്യും, കളിക്കും, അടിക്കും, കൊല്ലും, പഠിക്കും. ഇങ്ങനെ നമ്മൾ ഭാവിയിൽ ചെയ്യും എന്ന് പറയുന്ന അല്ലെങ്കിൽ വും, യും എന്ന രീതിയിലൊക്കെ ഒരു സംഗതി ചെയ്യും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് വില്ല്. ഒന്നുമില്ല, വില്ലിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ചേർത്താൽ മതി. ഞാൻ കോഴിക്കോട് പോകും. ഐ വിൽ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഐ വിൽ ഗോ കാലിക്കറ്റ്. ഐ വിൽ പ്ലേ ഫുട്ബോൾ. ഹീ വിൽ സീ യു. അവൻ നിന്നെ കാണും. അത്രേ സംഭവമുള്ളൂ. അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കുന്നു. ഈ വില്ലിൻ്റെ കൂടെ ഒരു ബി ചേർത്താൽ വിൽ ബി എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും, ഉണ്ടായിരിക്കും എന്നുള്ളൊരർത്ഥം കിട്ടും. അതും കൂടി ചില എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. വില്ല് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചുള്ള ഇൻഡിക്കേഷനാണ്. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എക്സാമ്പിൾസ്. ഐ വിൽ കോൾ യു ലേറ്റർ. കുറച്ച് കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കും. ഷീ വിൽ ഫിനിഷ് ദ വർക്ക് സൂൺ. ഉടനെ തന്നെ അവൾ അവളുടെ ജോലി പൂർത്തീകരിക്കും. ദേ വിൽ അറൈവ് ബൈ 5 PM. 5 മണിയാകുന്നതോടെ അവർ എത്തിച്ചേരും. ഹീ വിൽ കുക്ക് ഡിന്നർ ടുനൈറ്റ്. ഇന്ന് രാത്രി ഡിന്നർ അവൻ പാചകം ചെയ്യും. വി വിൽ ഹെൽപ്പ് യു. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഐ വിൽ സ്റ്റഡി ഹാർഡ് ഫോർ ദ ടെസ്റ്റ്. പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ കഠിനമായി പഠിക്കും. യു വിൽ ലവ് ദിസ് മൂവി. നിങ്ങൾ ഈ സിനിമ ഇഷ്ടപ്പെടും. ഷീ വിൽ ട്രാവൽ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അവൾ ട്രാവൽ ചെയ്യും. വി വിൽ ക്ലീൻ ദ റൂം. ഈ റൂം ഞങ്ങൾ വൃത്തിയാക്കും. ഹീ വിൽ വാട്ടർ ദ പ്ലാന്റ്സ്. ചെടിയൊക്കെ അവൻ നനയ്ക്കും. വാട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജലത്തിനാണ് പറയുക, വെള്ളം. നൗണായിട്ട് യൂസ് ചെയ്യുമ്പം വെർബായിട്ടും അത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഐ ക്യാൻ ദ ക്യാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ക്യാന് നിറയ്ക്കാൻ എന്നെക്കൊണ്ട് കഴിയും, സാധിക്കും. ആദ്യത്തെ ക്യാന് നമ്മുടെ അബിലിറ്റി പറയും. രണ്ടാമത്തെ ക്യാന് നിറയ്ക്കുക എന്നുള്ള വെർബാണ്. മൂന്നാമത്തത് ആക്ച്വൽ ക്യാനാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് നെഗറ്റീവ് പറയുകയാണ്. ഞാൻ പോവും, കളിക്കും എന്നതിനൊക്കെ പകരം പോവുകയില്ല, ചെയ്യുകയില്ല. ഐ വോണ്ട് ഫോർഗെറ്റ് യുവർ ബർത്ത്ഡേ. ഈ വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. ഓക്കെ, വിൽ നോട്ട് എന്ന് പറയുന്നതിന് പകരം വോണ്ട് എന്ന് ചുരുക്കിയാണ് ഉപയോഗിക്കുക. ഐ വോണ്ട് ഫോർഗെറ്റ് യുവർ ബർത്ത്ഡേ. നിങ്ങളുടെ ജന്മദിനം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഷീ വോണ്ട് ലൈ ടു യു. അവൾ ഒരിക്കലും നിങ്ങളോട് കളവ് പറയുകയില്ല. ദേ വോണ്ട് കം ടു ദ പാർട്ടി. അവർ പരിപാടിക്ക് വരികയില്ല. ഹീ വോണ്ട് ബി ലേറ്റ്. ഹി വിൽ നോട്ട് ബി ലേറ്റ്. അവൻ നേരം വൈകുകയില്ല. വി വോണ്ട് ഗിവ് അപ്പ്. ഞങ്ങളൊരിക്കലും ഈ ശ്രമം ഉപേക്ഷിക്കുകയില്ല. ഐ വോണ്ട് ഈറ്റ് ജങ്ക് ഫുഡ് അഗെയിൻ. ഞാൻ ഇനി ജങ്ക് ഭക്ഷണം കഴിക്കുകയില്ല. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പിന്നെ പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല. ജങ്ക് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് അല്ലെങ്കിൽ ഓഫ് മച്ച് വാല്യൂ, അതിനാണ് ജങ്ക് എന്ന് പറയുക. അപ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റൊക്കെ ഉള്ള ഫുഡ് ആയതുകൊണ്ടാവാം ജങ്ക് ഫുഡ്. ന്യൂട്രീഷണൽ വാല്യൂ കുറഞ്ഞ ഫുഡിനാണ് ജങ്ക് ഫുഡ് എന്ന് പറയാം. ഓക്കെ, യു വോണ്ട് റിഗ്രറ്റ് ദിസ്. ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താവില്ല, നിങ്ങൾ പിന്നെ ദുഃഖിക്കുകയില്ല. ഷീ വോണ്ട് ആൻസർ ദ ഫോൺ. അവൾ ഫോണിന് ഉത്തരം നൽകുകയില്ല. ഷീ വിൽ നോട്ട്. വി വോണ്ട് മിസ് ദ ബസ്. ഞങ്ങൾക്ക് ബസ് നഷ്ടമാവുകയില്ല. ഹീ വോണ്ട് പ്ലേ ഫുട്ബോൾ ടുഡേ. അവൻ ഇന്ന് ഫുട്ബോൾ കളിക്കുകയില്ല. നെക്സ്റ്റ്, ഐ വിൽ ആൾവേസ് സപ്പോർട്ട് യു. ഞാൻ എല്ലായ്പ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യും. ഷീ വിൽ ബി ദെയർ ഫോർ യു.
അവൾ നിനക്ക് വേണ്ടി അവിടെ ഉണ്ടാവും. ഹീ വിൽ നെവർ ഹേർട്ട് യു. അവൻ ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല. വി വിൽ സ്റ്റാൻഡ് ബൈ യു. ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. സ്റ്റാൻഡ് വിത്ത് യു എന്നും പറയാം, സ്റ്റാൻഡ് ബൈ യു എന്നും പറയാം. സ്റ്റാൻഡ് വിത്ത് യു എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് ഐക്യദാർഢ്യം, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക. കുറച്ചും കൂടി സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇമോഷണൽ സപ്പോർട്ടിനാണ്. നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ അർത്ഥത്തിലും. അതിനാണ് സ്റ്റാൻഡ് ബൈ പറയാം. ഓക്കെ. നെക്സ്റ്റ്, ഐ വോണ്ട് ബ്രേക്ക് മൈ പ്രോമിസസ്. ഐ വിൽ നോട്ട് ബ്രേക്ക് മൈ പ്രോമിസ്. ഞാൻ എൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. ദേ വിൽ പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ്. അവർ പരിസ്ഥിതി സംരക്ഷിക്കും. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അത് ഞാൻ നോക്കിക്കോളാം. ഷീ വോണ്ട് ടെൽ എനി വൺ യുവർ സീക്രട്ട്. നിൻ്റെ രഹസ്യം അവൾ മറ്റൊരാളോടും പറയുകയില്ല. ഐ വോണ്ട് ലെറ്റ് യു ഡൗൺ. നിന്നെ ഡൗൺ ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഹീ വിൽ മേക്ക് ഇറ്റ് റൈറ്റ്. അത് അവൻ ശരിയാക്കിക്കൊള്ളും. ഐ വിൽ ടേക്ക് ദാറ്റ് കാൾ. ആ ഫോൺ ഞാൻ എടുക്കും. വി വിൽ ഗോ ബൈ ടാക്സി. ഞങ്ങൾ ടാക്സിയിൽ പോകും. ഹീ വിൽ ഹാൻഡിൽ ഇറ്റ്. അത് അവൻ കൈകാര്യം ചെയ്യും. ഐ വിൽ ട്രൈ അഗെയിൻ. ഞാൻ വീണ്ടും എന്ത് ചെയ്യും? പരിശ്രമിക്കും. ഷീ വോണ്ട് ജോയിൻ അസ്. അവൾ നമ്മളോടൊപ്പം ചേരുകയില്ല. ഐ വോണ്ട് ആക്സെപ്റ്റ് ദാറ്റ് ഓഫർ. ആ ഓഫർ ഞാൻ സ്വീകരിക്കുകയില്ല. ദേ വിൽ ഓർഡർ പിസ്സ. അവർ പിസ്സ ഓർഡർ ചെയ്യും. ഐ വിൽ ഓപ്പൺ ദ വിൻഡോ. ഞാൻ ജനാല തുറക്കും. വി വോണ്ട് വെയിറ്റ് എനി ലോങ്ങർ. ഞങ്ങൾക്ക് ഇനിയും കാത്തിരിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ കാത്തിരിക്കുകയില്ല. ഹീ വിൽ ചെക്ക് ദ മെയിൽ. അവൻ മെയിൽ ചെക്ക് ചെയ്തു കൊള്ളും. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ബാഗ്സ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അതായത് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ബാഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാഗ് എടുക്കാനും ലഗേജ് എടുക്കാനൊക്കെ ഞാൻ നിങ്ങളെ സഹായിക്കും. അത് അപൂർവമായിട്ട് ഫിഗറേറ്റീവായിട്ട് യൂസ് ചെയ്യലുണ്ട്. നിങ്ങളുടെ ബർഡൻസ്, നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അത് ഞാനും കൂടി ഏറ്റെടുത്തോളാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് വളരെ അപൂർവമായിട്ടാണ്. നെക്സ്റ്റ്, ഷീ വിൽ ഷോ യു ദ വേ. അവൾ നിങ്ങൾക്ക് വഴി കാണിക്കും. വി വിൽ ഗൈഡ് യു. ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഐ വിൽ എക്സ്പ്ലെയിൻ എവ്രിതിങ്. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കും. ഹീ വിൽ പേ ദ ബിൽ. അവൻ ബില്ല് പേ ചെയ്യും. ഐ ഡോണ്ട് ചാർജ് യു എനിത്തിങ്. നിൻ്റെ മേൽ ഞാനൊന്നും ചുമത്തുകയില്ല. ഐ വോണ്ട് ചാർജ് യു എനിത്തിങ്. ദേ വിൽ ഫിക്സ് ഇറ്റ് ഫോർ ഫ്രീ. അവർ അത് ഫ്രീ ആയിട്ട് ശരിയാക്കി തരും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫിക്സ് ചെയ്യും. ഐ വിൽ ക്ലീൻ ദ മെസ്. ഞാൻ മെസ്സ് വൃത്തിയാക്കും. ഷീ വിൽ ടീച്ച് യു ഹൗ ടു ഡു ഇറ്റ്. എങ്ങനെയാണ് അത് ചെയ്യാന്ന് അവൾ നിന്നെ പഠിപ്പിക്കും. ഹീ വിൽ ബ്രിങ് യു സം വാട്ടർ. നിനക്ക് കുറച്ച് വെള്ളം അവൻ കൊണ്ടുവന്ന് തരും. ദ സൺ വിൽ റൈസ് അറ്റ് 6 o'clock. 6 മണിക്ക് സൂര്യൻ ഉദിക്കും. ഇറ്റ് വിൽ റെയിൻ ടുമാറോ. നാളെ മഴ പെയ്യും. യു വിൽ സക്സീഡ്. നിങ്ങൾ വിജയിക്കും. ഹീ വിൽ വിൻ ദ മാച്ച്. കളി അവൻ വിജയിക്കും. പ്രൈസസ് വിൽ ഗോ അപ്പ്. സാധനങ്ങളൊക്കെ വില വർദ്ധിക്കും, കൂടും. ഷീ വിൽ ബി ഫേമസ്. അവൾ വലിയ ഫേമസ് ആവും. വിൽ ബി എന്ന് പറഞ്ഞാൽ ആവുക എന്നുള്ളൊരർത്ഥമാണ്. ഐ വിൽ ബി ഇൻ കാലിക്കറ്റ്. ഞാൻ കോഴിക്കോട്ടുണ്ടാവും. ഹീ വിൽ ബി എ ഡോക്ടർ. അവനൊരു ഡോക്ടർ ആവും, ആയിത്തീരും. ഇവിടെ ഷീ വിൽ ബി ഫേമസ് എന്ന് പറഞ്ഞാൽ അവൾ ഫേമസ് ആവും എന്നാണ് അർത്ഥം. ദേ വിൽ എൻജോയ് ദ ട്രിപ്പ്. യാത്ര അവർ ആസ്വദിക്കും. വി വിൽ മീറ്റ് അഗെയിൻ. നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടും, വീണ്ടും കണ്ടുമുട്ടും. യു വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. നിങ്ങളൊരിക്കലും അസ്വസ്ഥനാവുകയില്ല. ദ വേൾഡ് വിൽ ചേഞ്ച്. ഈ ലോകം മാറും. ഐ വിൽ നോട്ട് ഡു ദാറ്റ്. ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. നെഗറ്റീവാണ്. ഷീ വോണ്ട് ലിസൺ ടു മീ. ഷീ വിൽ നോട്ട് ലിസൺ ടു മീ. അവൾ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഹീ വോണ്ട് ക്ലീൻ ദിസ് റൂം. അവൻ ഈ റൂം വൃത്തിയാക്കുകയില്ല. ദേ വോണ്ട് സ്റ്റോപ്പ് ടാക്കിംഗ്. അവർ സംസാരം നിർത്തുകയില്ല. ഐ വോണ്ട് ആക്സെപ്റ്റ് ദിസ്. ഞാൻ ഇത് സ്വീകരിക്കുകയില്ല. വി വോണ്ട് ടോളറേറ്റ് ദിസ് ബിഹേവിയർ. ഈ ശീലം ഞങ്ങൾക്ക് അധികം സഹിക്കാൻ പറ്റുകയില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, വെച്ച് പൊറപ്പിക്കില്ല.
ഹീ വോണ്ട് ടാക്ക് ടു ഹർ അഗെയിൻ. അവൻ ഇനി അവളോട് സംസാരിക്കുകയില്ല. ഷീ വോണ്ട് ഗോ ദർ എലോൺ. അവൾ അവിടെ ഒറ്റയ്ക്ക് പോവുകയില്ല. ഐ വോണ്ട് ലൈ. ഞാൻ കളവ് പറയുകയില്ല. ദേ വോണ്ട് ബിലീവ് യു. അവർ നിങ്ങളെ വിശ്വസിക്കുകയില്ല. ഐ വിൽ മിസ് യു. നിന്നെ എനിക്ക് മിസ് ചെയ്യും. ഷീ വിൽ ബി ഹാപ്പി ടു സീ യു. നിന്നെ കാണാൻ അവൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും. നിന്നെ കാണുന്നത് അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. ഹി വിൽ ക്രൈ വെൻ ഹി ഹിയേഴ്സ് ദ ന്യൂസ്. ഈ വാർത്ത കേൾക്കുമ്പോൾ അവൻ കരയാൻ സാധ്യതയുണ്ട്. യു വിൽ ബി എക്സൈറ്റഡ്. നമ്മളൊക്കെ ഭയങ്കര ആവേശം കൊള്ളും. യു വിൽ ഫീൽ പ്രൗഡ്. നിങ്ങൾക്ക് വളരെ അഭിമാനിക്കാവുന്നതാണ്. ദേ വിൽ സെലിബ്രേറ്റ് യുവർ സക്സസ്. നിങ്ങളുടെ വിജയം അവർ ആഘോഷിക്കും. ഐ വോണ്ട് ഫോർഗെറ്റ് യുവർ കൈൻഡ്നസ്. നീ എന്നോട് കാണിച്ച ദയ ഉദാരതൊന്നും ഞാൻ മറക്കുകയില്ല. ഐ വോണ്ട് ഫോർഗെറ്റ് യുവർ കൈൻഡ്നസ്. ഷീ വോണ്ട് ഫർഗീവ് ഹിം. അവൾ അവന് മാപ്പ് കൊടുക്കുകയില്ല. ഹീ വിൽ താങ്ക് യു. അവൻ താങ്കൾക്ക് നന്ദി ചെയ്യും. ഐ വിൽ ആൾവേസ് ലവ് യു. ഞാൻ എല്ലായ്പ്പോഴും നിന്നെ സ്നേഹിക്കും. ദ ഷോപ്പ് വിൽ ഓപ്പൺ അറ്റ് 10. 10 മണിക്ക് ഷോപ്പ് തുറക്കും. സ്കൂൾ വിൽ റീ ഓപ്പൺ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കും. ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 6. 6 മണിക്ക് ട്രെയിൻ പുറപ്പെടും. ഷീ വിൽ വിസിറ്റ് എവറി ഫ്രൈഡേ. എല്ലാ വെള്ളിയാഴ്ചയും അവൾ വരും, സന്ദർശിക്കും. ഐ വിൽ കാൾ ഹിം എവറി മോർണിംഗ്. എല്ലാ പ്രഭാതത്തിലും ഞാൻ അവനെ വിളിക്കും. വി വോണ്ട് മീറ്റ് ഓൺ സൺഡേയ്സ്. ഞായറാഴ്ചകളിൽ നമ്മൾ കണ്ടുമുട്ടുകയില്ല. ഹീ വിൽ ചെക്ക് ദ മെയിൽ ഡെയിലി. എല്ലാ ദിവസവും അവൻ ഇമെയിൽ ചെക്ക് ചെയ്യും. ദേ വിൽ കം എവറി ഇയർ. എല്ലാ വർഷവും അവർ വരും. ഷീ വോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്സ്. അവൾ മീറ്റിങ്ങിലൊന്നും അറ്റൻഡ് ചെയ്യുകയില്ല. ദ ലൈറ്റ്സ് വിൽ ടേൺ ഓഫ് അറ്റ് മിഡ് നൈറ്റ്. രാത്രി എല്ലാ ലൈറ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫാവും. ലൈറ്റ് വിൽ ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതിന് പറയാം. ലൈറ്റ് വിൽ ബി ടേൺഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും മാനുവലായിട്ട് ഓഫ് ആക്കുന്നതിന് പറയും. ദ മാനേജർ വിൽ റിവ്യൂ യുവർ റിക്വസ്റ്റ്. മാനേജർ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കും. റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വായിച്ചു നോക്കുക അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുക. അവർ ടീം വിൽ റെസ്പോണ്ട് സോൺ. നമ്മുടെ ടീം പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നതാണ്. വി വിൽ ഡെലിവർ ഓൺ ടൈം. ഞങ്ങൾ സമയത്ത് തന്നെ സാധനം അവിടെ എത്തിക്കും. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 10 പറഞ്ഞെങ്കിൽ കൃത്യം 10ക്ക് എത്തിക്കുന്നതിനാണ് ഓൺ ടൈം എന്ന് പറയാം. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ 10ൻ്റെ ഉള്ളിൽ, പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴാണോ ആ സമയം, ഒന്നെങ്കിൽ 10:29 അല്ലെങ്കിൽ 10:25, അതിനാണ് ഇൻ ടൈം എന്ന് പറയാം. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് ഷോർട്ട്ലി. ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് ഷോർട്ട്ലി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മീറ്റിംഗ് ആരംഭിക്കുന്നതാണ്. ഏതോ 1-2 ആൾ വരാനുണ്ട്, എത്രയും പെട്ടെന്ന് മീറ്റിംഗ് തുടരുന്നതാണ് എന്ന് പറയാനാണ് ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് ഷോർട്ട്ലി എന്ന് പറയാം. ദ ഡോക്യുമെൻറ്റ് വോണ്ട് ബി റെഡി ടുഡേ. ഇന്ന് എന്താവില്ല, ആ ഡോക്യുമെൻറ്റ് അവൈലബിൾ ആവുകയില്ല, റെഡി ആവുകയില്ല. ദ എൻജിനീയർ വിൽ ഫിക്സ് ദ ഇഷ്യൂ. ആ ഒരു പ്രശ്നം എൻജിനീയർ റെഡിയാക്കും. ദ ടീച്ചർ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ക്ലിയർലി. അധ്യാപകൻ അത് വളരെ സ്പഷ്ടമായി വ്യക്തമായി വിശദീകരിക്കും. യുവർ ഫയൽ വോണ്ട് ബി ഡിലീറ്റഡ്. നിങ്ങളുടെ ഫയൽ ഒന്നും നഷ്ടപ്പെടുകയില്ല. ദ പേയ്മെൻറ്റ് വിൽ ബി പ്രോസസ്ഡ്. നിങ്ങളടച്ച പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യപ്പെടും. ദ ബോസ് വോണ്ട് ടോളറേറ്റ് ഡിലേയ്സ്. ഡിലേ ആവുന്നത്, വർക്കൊക്കെ സമയത്ത് പൂർത്തീകരിക്കാത്തത് ബോസിന് അഡ്ജസ്റ്റ് ചെയ്യുകയില്ല, ബോസിന് ടോളറേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഓക്കെ ഫൈൻ. ഇതിലാകെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളൂ. സബ്ജക്റ്റ് ഹി ഓർ ഷീ, ഐ ഞാൻ, നീ, അവൾ, അതിൻ്റെ കൂടെ വില്ല് പ്ലസ് വെർബിൻ്റെ ഒരു ഫസ്റ്റ് ഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഭാവി ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ പോകും, ഞാൻ പഠിക്കും, ഞാൻ കളിക്കും, അങ്ങനെ എന്ത് കാര്യം പറയാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ വോണ്ട് എന്നാക്കിയാൽ അതിൻ്റെ നെഗറ്റീവോ, ഞാൻ പോവുകയില്ല, കളിക്കുകയില്ല, പഠിക്കുകയില്ല. ഓക്കെ, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ ഫൈൻ, താങ്ക് യു.